നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും സുപ്രധാനമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് മൂന്ന് രാജ്യങ്ങളും മക്ക സംയുക്ത പ്രതിരോധ കരാർ എന്ന പേരിട്ട നിർണായക കരാറിൽ ഒപ്പുവെച്ചത്. വെള്ളിയാഴ്ച സൗദിയിൽ നടന്ന യോഗത്തിൽ സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമാണ് കരാറിൽ ഒപ്പിട്ടത്. അതേസമയം സൗദി പാകിസ്ഥാൻ തുർക്കി പ്രതിരോധ കരാറിൽ ഇന്ത്യ പ്രതികരണവുമായി രംഗത്തെത്തി. സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യ അറിയിച്ചു. യുക്രൈൻ യുദ്ധത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ ലക്ഷ്യമിട്ട് റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ഉപരോധ ബില്ല് US സെനറ്റ് പാസാക്കി. 11-നെതിരെ 86 വോട്ടുകൾക്കാണ് ബിൽ സെനറ്റിൽ പാസ്സായത്. കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഇല്ലാതാക്കി വ്ളാദിമിർ പുടിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണയോ പ്രകൃതിവാതകമോ വാങ്ങുന്ന ലോകത്തിലെ 5 രാജ്യങ്ങൾക്കുമേൽ താരിഫ് ഏർപ്പെടുത്താൻ ഈ നിയമം പ്രസിഡന്റിന് അധികാരം നൽകുന്നു. ഇതിൽ ചൈനയും ഇന്ത്യയും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. രാജ്യത്തിന്റെ സുപ്രധാന പ്രതിരോധ വിവരങ്ങളും രഹസ്യരേഖകളും ചോർത്തിയെന്ന ആരോപണത്തിൽ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിംഗ് കമാൻഡർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായതെന്ന് വ്യോമസേന വൃത്തങ്ങൾ സ്ഥിരീകരിച്ചെങ്കിലും ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഗുരുതരമായ വിവരച്ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും വ്യോമസേനയുടെ ഇന്റലിജൻസ് വിഭാഗവും ചേർന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. വ്യാജ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഴിയോ വിദേശ ഏജന്റുമാർ വഴിയോ ഉള്ള ഹണി ട്രാപ്പ് അല്ലെങ്കിൽ പണമിടപാടുകളാണ് വിവരങ്ങൾ ചോർത്തലിലേക്ക് എത്തിച്ചതെന്നാണ് സംശയം. പത്തനാപുരത്ത് വളർത്തുമൃഗങ്ങളെ കൊന്ന പുലി കെണിയിൽ കുടുങ്ങി. അലിമുക്ക് ഭാഗത്ത് വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രദേശത്ത് പുലിയുടെ ആക്രമണമുണ്ടായത്. ശാന്ത എന്ന വയോധികയുടെ 2 ആടുകളെ പുലി കൊന്നിരുന്നു. പലയിടങ്ങളിലായി വളർത്തുനായ്ക്കളെയും പിടികൂടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കൂട് സ്ഥാപിച്ചത്. വ്യാപകമായ തെരച്ചിലിനിടയിലും അർജുൻ ആയങ്കിയിലേക്ക് എത്താനാകാതെ പോലീസ്. പാലിയേക്കര ടോൾ പ്ലാസ കടന്ന അർജുൻ ആയങ്കിക്കായി സമീപ ജില്ലകളിലും വിവിധ അതിർത്തികളിലും പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തിവരുന്നത്. അർജുൻ ഇതിനോടകം സംസ്ഥാനം വിട്ടിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രധാന സംശയം. ഒളിവിലിരിക്കെ വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അർജുൻ തന്നെയാണോ ഇടുന്നത് അതോ മറ്റാരെങ്കിലുമാണോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അതിനിടയിലും സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി തുടർന്ന് അർജുൻ ഇന്നലെ രാത്രിയും പുതിയ പോസ്റ്റുമായി രംഗത്തെത്തി. തങ്ങളെ തീവ്രവാദിയാക്കിയത് സിസ്റ്റമാണെന്നും മുട്ടിന് താഴെ വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നുമാണ് അർജുൻ പോസ്റ്റിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് താഴെ നിരവധി പിന്തുണയുമായി വിവിധ ഹാൻഡിലുകളിൽ നിന്നുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട്. അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട സാധ്യത മുൻനിർത്തി കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 8 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്കണവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളെ മഴയത്ത് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയതായി പരാതി. മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് സംഭവം. തലയ്ക്ക് പരിക്കേറ്റ വയോധിക അടക്കമുള്ള രോഗികളെയാണ് കനത്ത മഴയത്ത് സ്ട്രെച്ചറിൽ കിടത്തി എക്സ്റേ യൂണിറ്റിലേക്ക് കൊണ്ടുപോയത്. മഴയത്ത് രോഗികളെയും കൊണ്ട് അറ്റൻഡർമാർ പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ യൂട്യൂബർ SR ധന്യ ഹെൽനോസ് പാർത്തായുടെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന വിധം വാഹനമോടിച്ചതിനാണ് നടപടി.
മോട്ടോർ വാഹന വകുപ്പിന്റെ 3 ദിവസത്തെ പരിശീലന ക്ലാസ്സിലും ധന്യ പങ്കെടുക്കണം. ജൂലൈ ആദ്യത്തിലാണ് മദ്യപിച്ച് വാഹനമോടിച്ചതിന് യൂട്യൂബറായ ധന്യക്കെതിരെ പോലീസ് കേസെടുത്തത്. ദേശീയപാതയിൽ അണങ്കൂറിലായിരുന്നു സംഭവം. അപകടകരമായ രീതിയിൽ ധന്യയുടെ കാർ ദേശീയപാതയിൽ നിർത്തിയിട്ടത് കണ്ടാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. എന്നാൽ പോലീസ് എത്തിയതോടെ കാർ അമിത വേഗത്തിൽ ഓടിച്ചുപോയി. പിന്നീട് മംഗൽപാടി ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ച് പോലീസ് കാർ പരിശോധിച്ചതിനിടയിലാണ് ധന്യ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയത്. സംസ്ഥാന ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഫലമറിയാൻ ഇനി മുതൽ ഔദ്യോഗിക ആപ്പ് തയ്യാർ. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ കേരള ലോട്ടറി ഒഫീഷ്യൽ വഴി നറുക്കെടുപ്പ് ഫലങ്ങൾ പൊതുജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കുന്നതിനാണ് ആപ്പ്. നറുക്കെടുപ്പിന്റെ തത്സമയ സംപ്രേഷണം, സമ്മാനാർഹമായ നമ്പറുകൾ, മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ എന്നിവ ആപ്പിലൂടെ ലഭ്യമാകും. QR കോഡ് സ്കാൻ ചെയ്തോ ടിക്കറ്റ് നമ്പർ നേരിട്ട് നൽകിയോ നറുക്കെടുപ്പ് ഫലം പരിശോധിക്കാനാകും. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പ്രളയബാധിതരുടെ വൈദ്യുതി വിച്ഛേദിച്ച് KSEB. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി 10ാം വാർഡിൽ താമസിക്കുന്നവരുടെ വൈദ്യുതിയാണ് കട്ട് ചെയ്തത്. ക്യാൻസർ രോഗിയുടെ വീട്ടിലെ വൈദ്യുതിയും KSEB വിച്ഛേദിച്ചു. ക്യാൻസർ രോഗിയായ ആനന്ദവല്ലിയും കുടുംബവും ആശുപത്രിയിൽ കഴിയുകയാണ്. ആനന്ദവല്ലിയുടെ വീട്ടിലും പ്രളയത്തിൽ വെള്ളം കയറിയതാണ്. നാടു മുഴുവൻ ദുരിതത്തിലാകുമ്പോഴാണ് KSEBയുടെ ഭാഗത്തു നിന്നും ഇത്തരം മനുഷ്യത്വരഹിതമായ നടപടി നടന്നത്. ഫ്യൂസ് ഊരരുതെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ കൂട്ടാക്കില്ലെന്ന് വാർഡ് കൗൺസിലർ ബീന പറയുന്നു.